ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്രമത്താണ്. ഇവിടെ ഇപ്പോൾ ഒരു ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രിയങ്കരിയായ നടി അമല പോളാണ് ഉദ്ഘാടനം. സറിയൽ വാട്ടർഫാൾസ് ആശ്രമം മൈതാനത്ത് ഓണം അടുപ്പിച്ച് ഉള്ള പലതരത്തിലുള്ള ഷോസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊരെണ്ണമാണ് സറയൽ വാട്ടർഫാൾസ്. അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ടാണ് ഇപ്പോൾ അമല പോൾ എത്തുന്നത്. അങ്ങനെ ഞാൻ ജോലിയും കഴിഞ്ഞ് ഇതാളുടെ തൊട്ടടുത്താണ്, അങ്ങനെ കാണാനായിട്ട് വന്നതാണ്. ബാക്കി ഓരോ വിശേഷങ്ങളും വരുമ്പോൾ കാണാം. അങ്ങനെ ആശ്രമത്തെ ഓണ പരിപാടികളിൽ ഒരു സംഭവമാണ് യമിനി സർക്കസിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ കറങ്ങുന്ന ഊഞ്ഞാൽ. ഭയങ്കര ഉയരത്തിലാണത് സ്ഥിതി ചെയ്യുന്നത്. വലിയ വലിപ്പത്തിലുള്ള ഒരെണ്ണമാണ്. പക്ഷേ ഒരാൾ പോലും അതിൽ കയറിയിരിക്കുന്നത് കണ്ടില്ല. ഇടയ്ക്കത് കറങ്ങുന്നുണ്ട്. രാത്രിയൊക്കെ ആകുമ്പം ആളുകൾ കയറുമായിരിക്കും. ഇതിപ്പോൾ 5 മണി സമയമാണ്. 5 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത് അമല പോൾ. എന്നാൽ വന്നത് 2-2.5 മണിക്കൂർ ലേറ്റായാണ്. അപ്പോഴേക്കും ആളുകളെല്ലാം അങ്ങ് ക്ഷീണിച്ചു. ആശ്രമത്തൊന്നും അധികം ആരുമില്ല. പോലീസ് വണ്ടികൾ 2-3 കിടക്കുന്നുണ്ട്. പിന്നെ കുറേ കുട്ടികളൊക്കെ, കളിക്കുന്ന കുട്ടികളും ഡ്രൈവിംഗ് പഠിക്കുന്നവരും എല്ലാം ഉണ്ട്. ഇതാണ് സറയൽ വാട്ടർഫാൾസ്. ഇതാണ് പ്രത്യേക ഒരു സംഭവം. വാട്ടർഫാൾസിൻ്റെ മായാജാല കാഴ്ചകളൊക്കെയാണ്. അകത്ത് ഒരു കുരങ്ങ് ഉണ്ട്. അതിന് 20 ലക്ഷം രൂപയാണ് അതിൻ്റെ വില എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് കയറി കണ്ടിട്ടേ ഇതിൻ്റെ മറ്റ് വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റൂ. കുറച്ച് സെക്യൂരിറ്റി, നല്ല ഗാർഡുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. കാരണം നല്ല സ്ട്രോങ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് നടി എത്തുന്നത്. 2 സെക്യൂരിറ്റി സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ കടൽ മച്ചാൻ കടന്നു വരുന്നത്. വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ നല്ല ഒരു സംരംഭകനും നല്ല ഒരു യൂട്യൂബറും എല്ലാം ആയിട്ട് നല്ല മിടുക്കനായിട്ടുള്ളൊരു പയ്യനാണ്. കൂടെ അവരുടെ അമ്മയും പെങ്ങളും എത്തിയിട്ടുണ്ട്. അവർ ഇനി പിന്നാലെ വരും. അങ്ങനെ ഇവർ കൊല്ലത്ത് കടൽ മച്ചാൻ്റെ മദറാണ് കയറിപ്പോകുന്നത്. കൊല്ലത്ത് ഇത് അക്വാറ്റിക് വാട്ടർ അതിൻ്റെ പരിപാടിക്കും ഇവരാണ് ഉദ്ഘാടനത്തിന് വന്നത്. അതുപോലെ ഈ പരിപാടിക്കും ഉദ്ഘാടകയോടൊപ്പം തന്നെ ഇവരും സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇവർക്കും അതിനകത്ത് നല്ലൊരു റോളുണ്ട്. നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് മുന്നേറി വരാമെന്ന് തെളിയിച്ച 2 പ്രതിഭകളാണ്. അങ്ങനെ ആളുകൾ കുറേശ്ശെ ഇവിടുത്തെ ആങ്കറുടെ അനൗൺസ്മെൻറ്റ് കണ്ട് ഒരുപാട് ആളുകൾ തടിച്ചു കൂടാനായിട്ട് തുടങ്ങി. ആദ്യം ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. എങ്കിലും മറ്റ് താരങ്ങൾ വരുമ്പോൾ കാണുന്ന അത്രയും തിരക്കൊന്നും ഇല്ല. കാരണം എല്ലാവരും ജോലി ഒക്കെ ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ, അതുകൊണ്ട് അങ്ങ് വീട്ടിൽ പോകും. കുറച്ച് സമയം മാത്രമേ അവിടെയൊക്കെ കറങ്ങി നിൽക്കൂ. എങ്കിലും ആ സമയമായപ്പോഴേക്ക് ഇത്രയും ആളുകളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. ഞാനും കുറച്ച് ഫ്രണ്ടിലോട്ടാണ് നിന്നത്. പക്ഷേ ഇവരുടെയൊക്കെ ഈ ഉന്തും തള്ളും ബുദ്ധിമുട്ട് കാരണം പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങ് മാറി നിന്നു. അവസാനം നമ്മുടെ കഥാനായിക രംഗപ്രവേശം ചെയ്തു. ഏത് വഴിയിലൂടെ ആശ്രമ മൈതാനത്തിന് ഒരു അന്തവും കുന്തവും ഇല്ല. ഏത് വഴി എപ്പോൾ എങ്ങനെ എത്തുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വഴിയിലൂടെ എത്തിയപ്പോൾ ഞാനും നല്ല ഭംഗിയായിട്ട് കണ്ടു. നല്ല ഒരു സുന്ദരി കുട്ടി, നല്ല സംസാരവും നല്ല പെരുമാറ്റവുമായിട്ട് ഏവരെയും ആകർഷിക്കുന്ന ഒരു പ്രതിഭയായിട്ടാണ് തോന്നിയത്. മറ്റുള്ള കുറേ ഭാവനയും അതുപോലെ തന്നെ മമതാ മോഹൻദാസ് എല്ലാവരെയും കണ്ടതിനെക്കാട്ടിലും കൂടുതൽ നല്ല സംസാരമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല സംസാരിക്കാൻ അധികം സമയമൊന്നും കിട്ടിയില്ല. ഇവരുടെ മാധ്യമക്കാരുടെ തിക്കും തിരക്കും ഇതെല്ലാം കാരണം കുറച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ. അങ്ങനെ കടൽ മച്ചാനും അമ്മയുമെല്ലാം കൂടെ തന്നെ ഉണ്ട്. മൊത്തം ഫോട്ടോഗ്രാഫേഴ്സും മീഡിയക്കാരാണ് മൊത്തം ചുറ്റും വളഞ്ഞങ്ങ് നിൽക്കുകയാണ്. കടന്നു വരുന്ന വരവാണ്. തൊട്ടടുത്ത് തന്നെ നിന്ന് കാണാൻ കഴിഞ്ഞു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള വരവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ
ഇത്രയും സ്റ്റേജിൽ ആരെയും മുമ്പ് നിർത്തിയിട്ടില്ല ഭാവനയൊക്കെ വന്നപ്പോൾ. ഇത് പക്ഷേ സ്റ്റേജിനകത്ത് അതിൻ്റെ മുകളിൽ അവിടെ ഒരുപാട് മാധ്യമപ്രവർത്തകരും അല്ലാതുള്ള ആളുകളും എല്ലാം ഇഷ്ടം പോലെ കയറി നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ അകത്തോട്ട് പ്രവേശിക്കാൻ തന്നെ വലിയ പാടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ റിബൺ മുറിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ കടൽ മച്ചാനും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ കുറേ തിക്കും തിരക്കുമൊക്കെ അടുത്തോട്ട് നിന്ന് ഉണ്ടായിരുന്നെങ്കിലും അത്രയ്ക്കങ്ങ് ആളൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ കൊല്ലത്ത് ഓണം പ്രമാണിച്ച് ഭയങ്കര സംഭവങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും കാണാം. 200 രൂപയാണ് ടിക്കറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടു കടൽ മച്ചാൻ. ഇനി അറിയില്ല എത്ര ആണെന്ന്. ഇതിനകത്തെ സംഭവം എന്താണെന്ന് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റൂ. തൊട്ടിപ്പുറത്ത് തന്നെ ജെമിനി സർക്കസ് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല അവിടെ ഫാക്ടറി സെയിൽ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ തുണിത്തരങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം അവിടെ ഉണ്ട്. കച്ചവടം അങ്ങനെ പൊടി പൊടിക്കുന്നുണ്ട് അതിൻ്റെ സമീപത്തൊക്കെ. ഞാൻ വന്ന് 2 മണിക്കൂറോളം അവിടെ എവിടെയൊക്കെ കറങ്ങി ഇതെല്ലാം കണ്ടിട്ടാണ് നടിയെ കാണാനായിട്ട് വന്നത്. നമ്മുടെ തൊട്ടടുത്ത് ഉള്ള സ്ഥലത്ത് തന്നെ ആയതുകൊണ്ടാണ് കാണാനായിട്ട് നിന്നത്. അല്ലെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തത്തേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ഏറ്റവും നല്ല ഒരു വിശേഷമാണ്. കയറിപ്പോകുന്നതാണിത്. കടൽ മച്ചാനും കൂടെ തന്നെയുണ്ട്. മുടിയൊക്കെ 2 സൈഡിലും നീല കളർ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഇണങ്ങുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഒരു പ്രത്യേക ചന്തം അത് തന്നെ. കാണുന്നത് തന്നെ നല്ല സുന്ദരിയായിട്ടിരിക്കുകയാണ് കാണാൻ. ചിരിയും സംസാരവും എല്ലാം. കടൽ മച്ചാൻ്റെ ഒരു യോഗം നോക്കണേ. എല്ലാ താരങ്ങളുടെയും തൊട്ടടുത്ത് തന്നെ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. അനിയത്തി കുട്ടിയും കൂടെ ഉണ്ട്. ഈ നിൽക്കുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ആളാണ്. ആരാണെന്ന് ഞാൻ പേരങ്ങ് മറന്നുപോയി. അങ്ങനെ ഇന്ന് വൈകുന്നേരത്തെ എൻ്റെ വിശേഷം ഇതാണ്. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. ഇന്നത്തെ എൻ്റെ വിശേഷം അമല പോളിനെ കണ്ടതാണ്. കടൽ മച്ചാൻ കുശലാന്വേഷണം നടത്തുന്നുണ്ട്. കൊച്ചിൻ്റെ കാര്യമൊക്കെയാണ്, അമല പോളിൻ്റെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെയാണ് തിരക്കിയത്. അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ.